വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പല ക്വസ്റ്റ്യനിൽ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അത് കാണാൻ കഴിയും. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക്കലി കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിപ്പെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം നമുക്ക്. ഒന്നുകൂടെ പറയാം: കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിപ്പെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഓരോന്നും ഫോക്കസ് ചെയ്ത് നോക്കാം. കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്: ദ ചോയ്സ് ഓഫ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് നെസസിറ്റേറ്റ്സ് അണ്ടർടേക്കിംഗ് വൺ ഓർ മോർ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനെ, ആ ഒരു സാഹചര്യത്തിനെയാണെന്ത് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് നോക്കുക. ദ ചോയ്സ് ഓഫ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് നെസസിറ്റേറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ ചോയ്സ് അത് നെസസിറ്റേറ്റ് ചെയ്യാണ്. അണ്ടർടേക്കിംഗ് വൺ ഓർ മോർ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കാരണം ബാക്കി പലതും ചെയ്യേണ്ട അത്യാവശ്യമായി വരികയാണ്. അതിനെയാണിത് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റൂറൽ ഏരിയയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ആ ബിൽഡിങ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ. ആ ബിൽഡിങ് അവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇറിഗേഷൻ ഫെസിലിറ്റി, ചിലപ്പോൾ അങ്ങോട്ട് റോഡ്, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നമ്മൾ നടത്തിയേ പറ്റൂ. സോ അത് നെസസറി ആയി വരികയാണ്. നമുക്ക് ആ ഫാക്ടറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൂലം നമുക്ക് നെസസറി ആയി വരുന്ന കാര്യമാണിത്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും സറൗണ്ടിങ്ങിൻ്റെ റോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണിത് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഡിപെൻഡൻ്റ്, ആ പേര് തന്നെ ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. ദ പ്രോജക്റ്റ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ദ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് അതർ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് മറ്റൊരു പ്രൊജക്റ്റിനെ എൻറ്റയർലി അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ അക്സെപ്റ്റൻസ് റിജക്ഷൻ ഓഫ് അതർ. ഒരു പ്രപ്പോസൽ, നമ്മുടെ മുന്നിലോട്ട് വന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ നമ്മൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ എൻ്റെ അക്സെപ്റ്റൻസിനെയോ റിജക്ഷനെയോ അത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല എങ്കിൽ ആ രണ്ട്, എ എന്ന ഇൻവെസ്റ്റ്മെൻറ്റും ബി എന്ന ആ മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റും എൻറ്റയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൺലി വൺ ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പ്രോജക്റ്റ് ക്യാൻ ബി സെലക്റ്റഡ്. ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? അതായത് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓൺലി വൺ ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പ്രൊജക്ട്സ് ക്യാൻ ബി സെലക്റ്റഡ്. അതായത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഓപ്പർച്യൂണിറ്റികളിൽ നിന്ന് ഒരെണ്ണം നമ്മൾ പിക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. പ്രൊഡക്ഷൻ ഒന്നെങ്കിൽ മാനുവലി നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാം. നമ്മളിപ്പം മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുകയാണ് വി ഷുഡ് ഫോളോ ബൈ മെഷീൻ എന്ന് ഡിസൈഡ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ റിജക്റ്റ് ചെയ്യുന്ന ലേബർ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ലേബറിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മെഷീനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലേബറിനെ റിജക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനും, അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവായി പോകാമെന്ന് ഡിസൈഡ് ചെയ്താൽ മെഷീൻ വാങ്ങേണ്ട ആവശ്യവുമില്ല. സോ ഒരെണ്ണത്തിൻ്റെ അക്സെപ്റ്റൻസ് മറ്റേതിനെ ഓട്ടോമാറ്റിക്കായി റിജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് പ്രപ്പോസൽ. ആ പേര് തന്നെയാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും കൂടെ പറയാൻ പറ്റും. വൺ പ്രപ്പോസൽ ഡിപ്പെൻഡ് ഓൺ ദ അക്സെപ്റ്റൻസ് ഓഫ് അനദർ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് എങ്കിൽ, അതൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ
ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് പ്രൊജക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിപ്പെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ അഡീഷൻ ചെയ്യുകയാണ്. അർജൻസി മെത്തേഡ്, അർജൻസി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അർജൻസി മെത്തേഡ് എന്ന്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് വരികയാണ് പെട്ടെന്ന്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോൺ അർജൻസി മെത്തേഡ് അല്ലെങ്കിൽ അർജൻസി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് പറയാം. എമർജൻസിയിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തേ പറ്റുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് an urgency മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഉള്ള ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.